ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്ന് ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ചിക്കൻ കൊണ്ടുള്ള കപ്പ ബിരിയാണിയാണേ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. കപ്പയൊന്നും അധികം വെന്തുടഞ്ഞു പോവാതെ എടുക്കുന്ന ഒരു കപ്പ ബിരിയാണിയാണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 2 കപ്പയാണ് എടുത്തിട്ടുള്ളത്. കപ്പ ഇങ്ങനെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അടുപ്പത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. അതും കൂടെ ഇട്ട് ഒന്ന് വേവിക്കാൻ എടുക്കുന്നുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോവില്ലേ കപ്പ. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. ചിലർ ഉടച്ചെടുക്കുന്നവരുണ്ട്, നന്നായിട്ട് വേവിച്ച് വെന്തുടച്ചെടുക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ അധികം ഉടയ്ക്കാതെയാണ് എടുക്കുന്നത്. അതിലോട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത്, അതായത് വെള്ളം ഊറ്റി കളഞ്ഞൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം, ഞാനിവിടെ ചട്ടിയാണ് എടുത്തിട്ടുള്ള. അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാവേ നിങ്ങൾക്ക്. അതിന് ശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി തന്നെ എടുക്കണം. ചെറിയ ഉള്ളി ഞാൻ എണ്ണയിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്, അതറിയാമല്ലോ. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കണം. അതിന് ശേഷം ഞാൻ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടി, കൊച്ചുള്ളിയുടെ കൂടെ. കൊച്ചുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഓക്കെ, അതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതാ കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ പേസ്റ്റ് ഒന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം കരിഞ്ഞു പോകാതിരുന്നാൽ മതി. അതിന് ശേഷം ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ച് സവോളയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് കിട്ടാനായിട്ട് ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ടാണ്. സവോള അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തക്കാളിയും കൂടി നീളത്തിലരിഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതേ കണ്ടോ, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കണ്ടോ. അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ചിക്കൻ ആവശ്യമായിട്ടുള്ള എല്ലാ പൊടികളും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവിക്കാനാണല്ലോ വെച്ചിരിക്കുന്നത്, അപ്പോൾ അതിനാവശ്യമുള്ള ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾക്ക് കളറിനായിട്ടാണ് ഞാൻ കാശ്മീരി ചേർത്തത്. നിങ്ങൾക്ക് അല്ലാത്ത ചില്ലി പൗഡർ വേണമെങ്കിൽ, അതായത് നോർമൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ. ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ കറി കട്ടായിട്ട് കട്ട് ചെയ്തതാണേ. ഒരുപാട് വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടില്ല, ചെറിയ പീസസ് ആക്കി തന്നെയാണ് കട്ട് ചെയ്തത്. അത്യാവശ്യം ചെറിയ പീസസ് ആക്കി തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് നന്നായിട്ട് വച്ച് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കാവേ. ഇനി നമുക്ക് അതിലോട്ട് ഞാൻ ചട്ടിയിലാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് മേ ബി അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ ഊറി. ഇത് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഞാൻ ആ ചട്ടി ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട്, വലിയ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. കാരണം കപ്പയും കൂടി നമുക്ക് അതിലിട്ട് ഇളക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിലൂടെ ഇട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി, കുറച്ചുകൂടി വലിയ പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ട് ചിക്കൻ വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കപ്പ കണ്ടോ, കഷ്ണങ്ങളാക്കി തന്നെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ടേസ്റ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റേ കപ്പ ഇങ്ങനെ വെന്തുടഞ്ഞു പോയ ടേസ്റ്റ് ഭയങ്കരമായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ കപ്പ വേവിച്ചെടുത്തത്. ഇതേ കപ്പയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയാണ് നമ്മളിതിൻ്റെ അതൊന്ന് മാറ്റി വയ്ക്കാം. ചെറിയ തീയിലിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. കണ്ടോ, ഏകദേശം ഇത് ഓക്കെ ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് താളിക്കലാണ്. കടുക് താളിച്ചാൽ മാത്രമേ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ, കൊച്ചുള്ളിയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തായിട്ട് വച്ചതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവേ. ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇതെന്തുവാ റെഡ് ചില്ലി, അതായത് മുഴുവൻ മുളകുണ്ടല്ലോ, ഞങ്ങൾക്കിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവണേ. ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതേ കണ്ടോ, നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ബ്രൗൺ കളർ നന്നായിട്ടായിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആദ്യമേ കറിവേപ്പില ചേർത്താൽ ഇത് കറിവേപ്പില കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കപ്പയിലോട്ട് ഈ താളിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഇത് ചേർത്ത് ഒന്ന് ഇളക്കി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക. എല്ലായിടത്തും ഈ താളിച്ചത് ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതൊരു 10-15 മിനിറ്റ് ഈ പാത്രത്തിൽ തന്നെ വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കപ്പ ബിരിയാണി. കണ്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ. ഇത് കണ്ടോ, ഇനി നമുക്ക് സെർവ് ചെയ്യാം. കണ്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാനിവിടെ സെർവ് ചെയ്യാനായിട്ട് കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഓണിയൻ, അതായത് സവോള കട്ട് ചെയ്തതും മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ചേർക്കുന്നുണ്ട്. സവാള കട്ട് ചെയ്ത് ചേർത്ത് ഒന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.